നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ പലപ്പോഴും സംഭവിച്ചു എന്ന് വരാം. അത് പലപ്പോഴും അവർക്ക് അത്ഭുതം നൽകുന്നതായ കാര്യങ്ങളായി മാറും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാകുന്നു. അതിൽ ആദ്യത്തെ നമ്പർ 107 ആണ്. രണ്ടാമത്തെ നമ്പർ 407 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശനീശ്വര പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഭഗവാനെ അഥവാ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ആദ്യത്തെ നമ്പറായ 107 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നല്ല വ്യക്തികളാണ് നിങ്ങൾ, നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് പറയാം. ബുദ്ധിശക്തി ഉള്ളവരാണ് നിങ്ങൾ. ബുദ്ധി വൈഭവത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തീരും. ബുദ്ധി വൈഭവം പലരും അംഗീകരിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്രമേൽ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. നല്ല വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് പലപ്പോഴായി പല വ്യക്തികൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ് എന്ന് പറയാം. എന്നാൽ മറ്റുള്ളവർക്ക് ചതിക്കുവാൻ അഥവാ പറ്റിക്കുവാൻ സാധിക്കാത്തതായ വ്യക്തികളാണ് എന്നൊരു ധാരണയുണ്ട്. എന്നിരുന്നാൽ പോലും ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുള്ളവരാകുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഇത്തരം ചില കാര്യങ്ങൾ ആവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ വരൂ. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അധികം ചിന്തിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ വളരെയധികം കൂടുകയും അത് ചില സമയങ്ങളിൽ ഭാരമായി തോന്നുകയും ചെയ്യാം. അതിനാൽ അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. എന്നാൽ ശരിയായ രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരേണ്ടതും അനിവാര്യമാണ്. ഭാവിയിൽ ചില കാര്യങ്ങൾ വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് ശരിയായി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അത് വേണ്ട എന്നൊരു രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ഭാവിയിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ പറയുകയും അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുക്കൾ അത് വളച്ചൊടിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. തന്മൂലം നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പങ്കാളി ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം. കാരണം അവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അവർക്ക് വന്നു ചേരും. അത്തരത്തിൽ അവർക്ക് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അവരെ പല കാര്യങ്ങളിൽ പിന്തുണയ്ക്കുകയും ഭാവിയിൽ അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാണ് എന്ന് പറയാം. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് വിഷമങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ നിരാശ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ചില തടസ്സങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം. അതിനാൽ വന്നു ചേരേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേകം നോക്കുക. ആത്മീയപരമായ ഉണർവ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത്
മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഒരു കാര്യം ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ വന്ന് ഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പതറിപ്പോകുവാൻ പാടുള്ളതല്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പണം വരുന്നത് പോലെ തന്നെ ചിലവാകുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ചില പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കണം എന്നില്ല. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ നമ്പറായ 407 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങളായി മാറാം. പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രത്യേകിച്ചും ചില ആഗ്രഹങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾ ഈശ്വരാരാധന മുടക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സമീപത്തുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങളിൽ അസൂയ തോന്നുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിൽ നിന്നും അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക. നല്ല കാലത്ത് ഇപ്പോൾ നിൽക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപുള്ള സമയം തന്നെയാണ് ഇത്. ഭാവിയിൽ ചില കാര്യങ്ങൾ ഇത്തരത്തിൽ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രവർത്തന കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. പ്രവർത്തന കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീരും. അതായത് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ ഒരു പരിധി വരെയുണ്ട്. രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും അത് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായ കാര്യങ്ങളായി മാറും. മനസമാധാനം ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഏത് സാഹചര്യമാണ് എങ്കിൽ പോലും അത് പ്രതികൂലമായ സാഹചര്യമാകാം. എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പ്രത്യേകമായ കഴിവ് വന്നു ചേരും. അത് ഭാവിയിൽ ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാകുന്നു. പല കാര്യങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കുക. അത് ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് മറ്റുള്ളവർക്കും ആശ്വാസം പകരുന്നതോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങളായി മാറും. ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വില അഥവാ ബന്ധങ്ങൾക്കുള്ള വില മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകണം എന്നില്ല. അത് പല അവസരങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുള്ളവരും ഭാവിയിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും തുടക്കം തടസ്സങ്ങളാൽ ആയിരിക്കും എന്ന കാര്യവും ഓർക്കുക. ചില കാര്യങ്ങളിൽ അത്തരത്തിലാണ് സംഭവിക്കുക. കൂടാതെ പ്രണയികൾക്കും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയോ പിന്തുണ അവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാകുന്നു.
ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തീർച്ചയായും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് വിജയത്തിലെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം പരിശ്രമിക്കുകയും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രസന്നമായ മുഖം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ചില സമയങ്ങളിൽ ഉയർച്ച മന്ദഗതിയിലാകാം. അതിനാൽ അത്തരം കാര്യങ്ങളും പ്രതീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാനും പല ആപത്ഘട്ടത്തിലും അത് മുൻകൂട്ടി മനസ്സിലാക്കി ഒഴിവാക്കുവാനും സാധിച്ചു എന്ന് വരാം.